ഹലോ, ഇന്ന് വിജയദശമിയായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണേ. ലിപ്സ്റ്റിക്കൊക്കെ ആവശ്യത്തിനിടുന്നുണ്ട് കേട്ടോ. ആ കണ്ണൊക്കെ ഇരിക്കുന്ന കണ്ട് രാത്രി ഉറങ്ങിയിട്ടില്ല, പനിയായിരുന്നു. എനിക്കും അമ്മൂട്ടിക്കും പനിയായിരുന്നു. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ, അതുകൊണ്ട് ഇതാ മേക്കപ്പൊക്കെ ഇട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ റെഡി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ആമിക്കുഞ്ഞിനെ റെഡിയാക്കുകയാണ്. ആൾക്കും തീരെ വയ്യ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് രണ്ടുപേരും റെഡിയായി ഇറങ്ങി. അപ്പോൾ ഇതാ ഈ ചിരികളെയൊക്കെ അവിടെ ചെന്ന് കണ്ടാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ തിരുമേനി ബുക്ക് പൂജയ്ക്ക് വെച്ച കുഞ്ഞുങ്ങൾക്ക് മന്ത്രങ്ങളും വഴിപാടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതേ എഴുത്തിനെടുത്ത ആളെല്ലാം റെഡിയായി. അപ്പോൾ അതാ ആമിക്കുട്ടി എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല ഗൈസ്. നല്ല അടിപൊളി കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിൽ വെച്ചാൽ ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ കൊണ്ടില്ല, അതുപോലത്തെ കരച്ചിൽ. കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് സങ്കടമാവും കേട്ടോ. ബാക്കി എല്ലാ പിള്ളേരും കരയായിരിക്കുമ്പോൾ പിന്നെ കരച്ചിലുപരി നമുക്ക് വിഷമമാവും. ആൾക്കാരുടെ ഈ ചോദ്യവും പറച്ചിലും കൂടെ കേൾക്കുമ്പോൾ എന്താ കൊച്ചിങ്ങനെ അങ്ങനെയാണ് പറഞ്ഞ് നമുക്ക് ഒന്നും കൂടെ സങ്കടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു വിധത്തിൽ ആ ടീച്ചർ അവളെ നാക്കിലും ആദ്യാക്ഷരം എഴുതി കൊടുത്തു. പിന്നെ കൈകൊണ്ട് അരിയിലൊക്കെ എഴുതിച്ചിട്ട് ഹരിശ്രീയൊക്കെ എഴുതിപ്പിച്ചു. അപ്പോൾ നമ്മൾ ആകെ ഒരു സന്തോഷത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് വിഷമം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അവളാകെ ഡൗൺ ആയിട്ട് കരച്ചിലും ഒന്നാമത് വയ്യാത്തതിൻ്റെ ഇതും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ അവൾ ഹരിശ്രീയൊക്കെ എഴുതി ആദ്യാക്ഷരം കുറിച്ചു. പിന്നെ നമുക്ക് അവിടെ അതുപോലെ അമ്പലത്തിൽ ഫുഡൊക്കെ കേട്ടോ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ.